ശ്രീമതി മറിയക്കുട്ടി, എന്തായാലും കോടതിയിൽ നടന്ന കാര്യങ്ങൾ താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. താങ്കൾക്ക് ഒരാൾക്ക് മാത്രമായി അങ്ങനെ പെൻഷൻ നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് സർക്കാർ ഇന്നും കോടതിയിൽ ആവർത്തിച്ചത്. എങ്ങനെയാണ് പ്രതികരണം? കേൾക്കാമോ ഞാൻ സംസാരിക്കുന്നത്? അതായത് ഇന്നലെ കോടതിയിൽ ഈ സമാന സാഹചര്യം തന്നെയാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത്. ഒരാൾക്ക് മാത്രമായി പെൻഷൻ നൽകാൻ കഴിയില്ല, അങ്ങനെ ഒരു നിലപാടാണ് സർക്കാർ കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത് താങ്കൾ? അതൊന്നും പറ്റിയല്ല. കാരണം എന്നെ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ വീണ ജോർജ് മാസപ്പടി മേടിച്ച അത് രാഷ്ട്രീയല്ലേ? അത് രാഷ്ട്രീയല്ലേ? രാഷ്ട്രീയം പറയുകയാണെങ്കിൽ എനിക്കും പറയാനുണ്ട്. വീണ ജോർജ് അവിടെ മുഖ്യമന്ത്രി ഒന്നും അല്ലല്ലോ, അത് രാഷ്ട്രീയല്ലേ? അപ്പൊ എനിക്ക് മാത്രം മറ്റുള്ളവർക്ക് പറ്റില്ലാത്ത തന്നെ. വീണ ജോർജ് രാഷ്ട്രീയം അല്ലെങ്കിൽ അവള് മാസപ്പടി എന്തിനു വന്നാലും മേടിച്ചു. അത് പറ. ഇനിയിപ്പോൾ ഇങ്ങനെയാണ് സർക്കാർ കോടതിയിൽ നിലപാടെടുത്തിരിക്കുന്നത്. ഒരാൾക്ക് മാത്രമായി അങ്ങനെ ഹൈക്കോടതി ഇന്നലെ പറയുന്നു. ഒരാൾക്ക് എടുക്കാമെന്നും പറഞ്ഞല്ല, വോട്ട് കഴിച്ച കട്ടില് എല്ലാവർക്കും വീട്ടിൽ കൊണ്ട് തരാമെന്നാ പറഞ്ഞ. അപ്പം 5-ാം മാസമായത്. ഈ രാഷ്ട്രീയം എങ്ങനെയാ? ഇത് 5-ാം മാസാ. ഞാൻ പൊടി പിടിച്ചല്ല കഴിച്ചത്, രാഷ്ട്രീയം അല്ലാതെ. സർക്കാർ ഇങ്ങനെയാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനം? മുന്നോട്ട് തന്നെ പോകും. നിയമപരമായി മുന്നോട്ട് പോകും. നിയമപരമായിട്ട് പോകും. സർക്കാരിന്റെ ഇങ്ങനെ കോടതിയിൽ സ്വീകരിച്ച ഈ നിലപാടിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതൊന്നും നടക്കിയല്ല. അത് നടക്കണ കാര്യമല്ല. നടക്കണ കാര്യമല്ല. അവൻ ഇറങ്ങിപ്പോട്ടെ, ഇറങ്ങിപ്പോട്ടെ. വിജയൻ ഇറങ്ങിപ്പോട്ടെ, മുഖ്യമന്ത്രി പോട്ടെ. കാരണം അത് ആ സ്ഥാനത്ത് ഇരിക്കാൻ പിള്ളേരുണ്ട്. ആ പിള്ളേര് ഞങ്ങൾക്ക് മുടങ്ങാതെ തരാവുന്ന വാക്ക്. ഇന്നലെ ഈ കേസ് പരിഗണിച്ചപ്പോഴേ ഈ കോടതി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയായിരുന്നല്ലോ. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് സർക്കാർ പറയുമ്പോഴും കോടതി തിരിച്ചു ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുകൊണ്ട് സർക്കാരിന്റെ ആഘോഷ പരിപാടികളൊന്നും നടക്കാതെ പോകുന്നില്ലല്ലോ എന്നൊരു ചോദ്യം കൂടി സർക്കാർ കോടതി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. നമ്മൾ കണ്ടതാണ്, കേരളീയം വലിയ ചെലവിൽ നടക്കുന്നു. ഇപ്പോൾ നവകേരള സദസ്സൊക്കെ അങ്ങനെ നടന്നു പോവുകയാണ്. അതല്ല, അങ്ങനെയല്ല എന്ന് പറയണ്ട. വിനോദയാത്ര എന്നാ പറയണ്ട. വിനോദയാത്ര ജനങ്ങളെ പട്ടിണിയിട്ട് വിനോദയാത്ര എന്ന് പറഞ്ഞാൽ ഒരു പട്ടികോലും ഉപകാരമില്ലാത്ത വിനോദയാത്ര എന്തിനാണ്? അത് ആർക്ക് ഗുണം ചെയ്തു? അങ്ങോട്ട് പറയണ്ടേ. ഇത് ആർക്ക് ഗുണം ചെയ്തു? ഏതെങ്കിലും രോഗികൾക്ക് ഗുണം ചെയ്തോ, കണ്ണില്ലാത്തവർക്ക് ഗുണം ചെയ്തിട്ട് ആർക്ക് വേണ്ടി ചെയ്തു? അത് പിണറായിക്ക് അതിന്റെ കൂടെ നടക്കണ പിണറായിക്കല്ലാതെ എന്തെങ്കിലും ഉപകാരം കിട്ടിയിട്ടുണ്ടോ ആ വിനോദയാത്ര? അത് എന്ത് ഗുണം കിട്ടിയെന്ന് കൂടെ പിന്നെ ഈ പിണറായി പറയണം. ജനങ്ങൾക്ക് എന്ത് ഗുണം കിട്ടി? ആർക്ക് വേണ്ടി അവന് വിനോദയാത്ര ചെയ്യണേ? അങ്ങോട്ട് പറയണ്ടേ, അങ്ങോട്ട് പറയണം. ഇതിലെ ഇപ്പൊ സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമേ, താങ്കളുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുകൂടി സർക്കാർ കോടതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ വീണ ജോർജ് ആ മാസപ്പടി മേടിച്ച. അവൾ എന്ത് രാഷ്ട്രീയ? അവള് മുഖ്യമന്ത്രി അല്ലല്ലോ, അവളെ അപ്പനല്ല മുഖ്യമന്ത്രി. വീണ ജോർജ് അല്ല, വീണ വിജയൻ. വീണ വിജയൻ അതെന്ത് രാഷ്ട്രീയത്തിലാ മേടിച്ചേക്കണ മാസപ്പടി? അങ്ങോട്ട് പറയണ്ടേ. താങ്കൾ ഇങ്ങനെ ഇപ്പോൾ ഈ വിഷയത്തിൽ ശരിയാ തുല്യ, അതായത് താങ്കൾ ഈ വിഷയത്തിൽ ഇങ്ങനെ ഇപ്പോൾ നിയമ പോരാട്ടമൊക്കെ നടത്തുന്നതും ഹൈക്കോടതിയിൽ ഹർജി നൽകിയതുമൊക്കെ രാഷ്ട്രീയ പ്രേരിതമായി അതിന്റെ ഭാഗമാണ് എന്നാണ് സർക്കാർ പറയുന്നത്. ഞാൻ കൊടി പിടിക്കാനോ ഒന്നിനും പോയിട്ടില്ല. ഞാൻ കണ്ട കാര്യമല്ല പറയണേ. ഞങ്ങൾക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളാ പറയുന്നേ. രാഷ്ട്രീയത്തിൽ കൊല്ലിച്ചു. രാഷ്ട്രീയത്തിൽ ഇവര് വോട്ട് ചോദിച്ചു. പിന്നെ രാഷ്ട്രീയത്തിലല്ല ഇവര് വോട്ട് ചോദിച്ചു. പിന്നെ പിണറായി മുഖ്യമന്ത്രിയായ രാഷ്ട്രീയമല്ല മുഖ്യമന്ത്രിയായി എങ്ങനെയാ? അവൻ രാഷ്ട്രീയമല്ല മുഖ്യമന്ത്രി ആയത്. ജനങ്ങളുടെ വോട്ട് മേടിച്ച മുഖ്യമന്ത്രി ആയതല്ല. ബുദ്ധിയാൻ കിട്ടിയതൊന്നും അല്ലല്ലോ. ബുദ്ധിയാൻ കിട്ടിയതാണോ? നിയമപരമായി മുന്നോട്ട് പോകുമല്ലേ? ജനങ്ങളുടെ വോട്ട് മേടിച്ചായിരിക്കണം. അപ്പൊ ജനങ്ങളെ നോക്കാൻ പറ്റിയാലേ ഇറങ്ങിപ്പോട്ടെ. സർക്കാർ കൃത്യമായി പെൻഷൻ നൽകണം. താങ്കൾ നിയമപരമായി ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുമല്ലേ? വേണ്ടുന്ന ഞങ്ങൾക്ക് റേഷൻ കിട്ടണം. ഞങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാം കിട്ടണം. അത് നിയമമുള്ള പറഞ്ഞ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അതിന് ഈ ആൾക്കാർ ജയിപ്പിക്കണം. അതിന് വേണ്ടിയാ. അല്ല അവർക്ക് തന്നെ സൂക്ഷിക്കാനല്ല വോട്ട് കൊടുത്ത് ജയിപ്പിക്കണേ. അയാൾക്ക് വിനോദയാത്ര നടത്തണ്ട. അയാൾക്ക് അയാളുടെ ഗുണ്ടകൾക്ക് അയാളുടെ കുടുംബത്തിനാ ഉപകാരമുള്ളൂ. ജനക്കൊരു ഉപകാരമില്ല. തല്ലിച്ചതയ്ക്കുക വരുന്നീര മനുഷ്യനും ഒരു ഉപ്പും മുളകും പോലും മേടിക്കാൻ റോഡിലിറങ്ങാൻ നിവൃത്തിയില്ലായിരുന്നു. ഈ ഗുണ്ടാകളെ കൊണ്ട് ഈ നടപ്പ്. ഈ ഗുണ്ടാകളെ കൊണ്ട് ഈ നടപ്പ് ഉപ്പും മുളകും മേടിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. റോഡിലിറങ്ങാൻ നിവൃത്തിയില്ല. ഇത്തരം ഭരണമാണോ? നല്ല ഭരണം.
നവകേരള സദസ്സൊക്കെ താങ്കളുടെ ജില്ലയിൽ കൂടെ പോയപ്പോൾ താങ്കൾ വലിയ പ്രതിഷേധം ഉയർത്തിയതൊക്കെ വലിയ ചർച്ചയായി മാറിയതായിരുന്നു. ഇനിയിപ്പോൾ ഇതിൽ നിയമ പോരാട്ടവും ഒപ്പം പ്രതിഷേധവും തുടരാൻ തന്നെയാണ് തീരുമാനം. അതെ അതെ അതെ, മാറ്റമൊന്നുമില്ല. അത് കൂടുതലാ പറയാൻ പോകുന്നില്ല. അവൻ ഇറങ്ങി പോണം, അല്ലെ ഞങ്ങൾക്ക് തരണം, അല്ല അയാൾ ഇറങ്ങി പോണം. അതാണ് ഞങ്ങളെ മുഖ്യമായ കാര്യം. അയാൾ ഇറങ്ങി പോണം, അല്ലെങ്കിൽ തരണം. അയാൾ എന്തിനിരിക്കണമെന്നാ ചോദിക്കണം. ഈ കൊല്ലും കൊലയും നടത്താതെ ഇയാൾക്കൊരു മര്യാദയുടെ ഭരിക്കാൻ പാടില്ല. ഇതുപോലെ വൃത്തികെട്ട ഒരു മുഖ്യമന്ത്രിനെ ഞാൻ ഇത്രയും പ്രായത്തിനിടയ്ക്ക് കണ്ടിട്ടില്ല. ഇത്ര ഒരു രാഷ്ട്രീയം, എന്ത് രാഷ്ട്രീയം? ഇയാളിങ്ങനെ സൂചിക്കാനും വിമാനത്തിൽ കയറി ഡാൻസ് കളിക്കാനാണോ കയറിയേക്കണേ? നന്ദി ശ്രീമതി മറിയക്കുട്ടി. ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും